ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. മെഡിക്കൽ സയൻസിൽ നിങ്ങൾ കേട്ടുള്ള ഒരു ടേം ആയിരിക്കും പ്ലസീബോ എഫക്റ്റ്. ആർക്കെങ്കിലും അറിയോ എന്താണിതെന്ന്? വാട്ട് ഈസ് പ്ലസീബോ എഫക്റ്റ്? അതായത് ഒരു പേഷ്യൻറ്റ് റിയൽ അല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയിലൂടെ, അതായത് ഒരു ഫേക്ക് മെഡിക്കേഷനിലൂടെ ആൾക്ക് ബെറ്റർ ആകുന്ന, അസുഖം മാറുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് ആൾക്ക് സലൈനോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻ അല്ലാത്ത എന്തെങ്കിലും ശരീരത്തിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ആളുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാവും ആൻഡ് ദാറ്റ് പേഴ്സൺ സ്റ്റാർട്ട്സ് ഫീലിംഗ് മച്ച് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആണ് അല്ലേ? ആൾക്ക് എന്തോ മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് കൊടുക്കുകയാണ് ആൻഡ് ദാറ്റ് പേഴ്സൺ ആക്ച്വലി സ്റ്റാർട്ട്സ് റിക്കവറിങ് ഫ്രം ദ ഡിസീസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പ്രിപ്പറേഷൻ്റെ ടൈമിലും ഇങ്ങനെ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ ഇടക്കാല ആശ്വാസമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഭയങ്കര വൾനറബിൾ ആയിട്ടുള്ള കുട്ടികളാണ്, പെട്ടെന്നാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ഡിസ്ട്രാക്ഷൻ വരുന്നത്, ഡീമോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ മനസ്സ് ഫുള്ളായിട്ട് അങ്ങ് തകർന്നു പോവാണ്, പിന്നെ ഒന്നും ചെയ്യാനും പഠിക്കാനും ഉള്ള ഒരു മൂഡ് കിട്ടുന്നില്ല. ഇപ്പം ഞാൻ നമ്മുടെ പല ബാച്ചസിലും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇത് കണ്ടിട്ടുള്ളത് ഇതാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഉന്മേഷമായിരിക്കും മക്കൾക്ക്, എല്ലാവർക്കും ക്ലാസ്സിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, എല്ലാവരും ചാറ്റ് ബോക്സിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, ഡൗട്ട്സ് ചോദിക്കുന്നു, റെഗുലറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പം ഈ ഒരു എനർജിയോ ഒന്നും ആരെടുത്തും ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമായിരിക്കും അപ്പം ചാറ്റ് ബോക്സിൽ ആക്റ്റീവായിട്ടൊക്കെ ഉണ്ടാകുന്നത്, ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാർ. സോ ആദ്യം ഉണ്ടാകുന്ന ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ഭയങ്കര ഫയർ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇടയ്ക്കൊക്കെ ഈ ഒരു പ്ലസീബോ എഫക്റ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണം. അതായത് നമ്മുടെ സ്റ്റഡി റുട്ടീനിലും നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ ഇടയ്ക്ക് പ്രതീക്ഷ തരുന്ന, ആകാംക്ഷ തരുന്ന എന്തെങ്കിലും വേണം. ഇസ്ന്റ് ഇറ്റ്? ഓൺലി ദെൻ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആവുകയുള്ളൂ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ, റെഗുലറായിട്ട് നമുക്കതിൽ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ. സോ അതിനായിട്ടാണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ GIB എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ പ്രാവശ്യവും GIB അനൗൺസ് ചെയ്യുമ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ടും നിങ്ങൾ വന്ന് പറഞ്ഞു തരും വൈ GIB, എന്തുകൊണ്ട് നിങ്ങൾ മോക്ക് എക്സാമുകൾ എഴുതണം, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പം ഒരുപാട് പ്രാവശ്യം എഴുതിയവർക്ക് ഇത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ബട്ട് ദിസ് ടൈം I want to tell you, GIB should be for those children who have lost the fire in your preparation. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു, പക്ഷേ പതുക്കെ പോകെ എന്താണ് ആ ഒരു എനർജിയും പഠിക്കാനുള്ള ഇൻട്രസ്റ്റും അതൊക്കെ ഇല്ലാണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം GIBക്ക് അനൗൺസ് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ ഡൗൺ ആയിരിക്കുന്ന നിങ്ങളാണ് ശരിക്കും ഈ എക്സാം എഴുതേണ്ടത്. ചാപ്റ്റർ അറിയില്ലേ, കുഴപ്പമില്ല, ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് അറിയുന്ന പോലെ പറ്റുന്നത് പോലെ റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, യു ആർ ഗിവിങ് യുവർ സെൽഫ് എ മെഡിക്കേഷൻ. ഒരു ഫേക്ക് മെഡിക്കേഷൻ നമുക്ക് വേണ്ടി കൊടുക്കുകയാണ്. നീ എഴുതി നോക്ക്, നമുക്ക് പറ്റും, ചെയ്ത് നോക്ക്, ചിലപ്പോൾ കിട്ടും. ചിലപ്പം ക്വസ്റ്റ്യൻ എന്നോട് ഓരോ മക്കൾ പറയുന്നതാണ്, മിസ്സേ GIBയിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും എനിക്കറിയാം, എല്ലാം ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷെ എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കറക്റ്റ് ആൻസർ എങ്ങനെ ചൂസ് ചെയ്യേണ്ടത് എനിക്ക് അത് മാത്രം പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ? നിങ്ങളറിയാം, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? റെഗുലറായിട്ട് നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ല. ഇനഫ് നമ്പർ ഓഫ് ടൈം നമ്മൾ ആ ക്വസ്റ്റ്യനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം എങ്ങനെ അതിൽ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം, എങ്ങനെ അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടണം എന്നുള്ളതും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. സോ പ്രാക്ടീസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സെൽഫ് ടെസ്റ്റ് ചെയ്യണം, സെൽഫ് അനാലിസിസ് ചെയ്യണം. ഇതിലൂടെ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ തന്നെ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് നമ്മുടെ ഈ പ്ലസീബോ എഫക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ GIB എക്സാം. ഓക്കെ, സോ പ്ലീസ് ചിൽഡ്രൻ, നമ്മൾ റിയൽ നീറ്റ് എക്സാമിൻ്റെ, നമ്മുടെ ഫൈനൽ നീറ്റ് എക്സാമിൻ്റെ അതേ മോഡലിലാണ് നിങ്ങൾക്ക് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതും മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ഡിഫിക്കൽട്ടി ലെവലിലുമുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഓരോ GIB എക്സാമും ഓരോ മോക്ക് എക്സാമും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ നീറ്റ് എക്സ്പീരിയൻസ് അത്രയ്ക്കും കംഫർട്ടബിൾ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയുള്ള ദിവസങ്ങൾ പറ്റുന്നത് പോലെ പ്രിപ്പയർ ചെയ്യുക. നമ്മളുടെ ഡേറ്റ് അറിയാലോ, ജനുവരി 5-നാണ് നമ്മുടെ എക്സാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയവും കൂടി ഇല്ലേ? ആ സമയത്ത് നമ്മുടെ സിലബസിലുള്ള GIBക്കുള്ള ചാപ്റ്റേഴ്സ് എങ്കിലും ഒന്ന് പഠിച്ചിട്ടൊന്ന് പോയി നോക്കുക. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് കിട്ടണമെന്നോ എല്ലാം ശരിയാവണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ, എനിക്കൊന്നും പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും വായിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു ഡിപ്രസ് മൂഡിലാണ് നിങ്ങളെങ്കിൽ, പ്ലീസ് ഗിവ് ദിസ് എക്സാം എ ട്രൈ.
because definitely it's going to change your the way you look at things. It's going to make a drastic change in your preparation. Okay, അതെന്താണെങ്കിലും നടക്കും. അപ്പോൾ പ്ലീസ് സ്റ്റാർട്ട് പ്രിപ്പയറിങ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനായിട്ട് നിങ്ങൾക്കായിട്ട് നമ്മൾ റിവിഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്യും, മാരത്തോൺ ലൈവുകൾ നമുക്ക് വരും, ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. GIB സ്പെഷ്യലായിട്ട് നമുക്ക് 1 ഷോർട്ട് സീരീസ് റിവിഷൻസ് ഉണ്ടാകും. അപ്പോൾ അത് വെച്ച് ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ നമ്മുടെ കൂടെ നമ്മുടെ ആപ്പിൽ വീഡിയോസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് അതിൽ നോക്കി പഠിക്കാം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ GIB എക്സാമിൽ ഒത്തിരി കോൺഫിഡൻസോടെ നിങ്ങളെ തന്നെ എന്താ പറയുക ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് മക്കൾ എക്സാം ഹാളിലേക്ക് വരിക. ബിക്കോസ് നമ്മൾ വെറുതെ പഠിച്ചു പോയാൽ മാത്രം പോരാ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കുറേ കോൺസെപ്റ്റ് പഠിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നീറ്റിലോ JEE പോലുള്ള എക്സാമുകളിൽ ഒരിക്കലും സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ് അല്ലേ. ആൻഡ് ഓൾസോ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആണ്. സോ ഫോർ എവറി കറക്റ്റ് ആൻസർ നമുക്ക് +4 മാർക്ക് കിട്ടും, ആൻഡ് എവറി റോങ് ആൻസർ -1 മാർക്ക് കിട്ടും. അതായത് നമുക്ക് കിട്ടേണ്ട, നമ്മളൊരു ആൻസർ തെറ്റിക്കുമ്പോൾ കിട്ടേണ്ട 4 മാർക്കും പിന്നെ നമ്മൾ വെറുതെ കളഞ്ഞ -1 മാർക്കും അല്ലേ, എല്ലാമാണ് നമുക്ക് മിസ് ഔട്ട് ആകുന്നത്. അത് നിങ്ങൾ മറക്കാണ്ടിരിക്കുക. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് മിസ് ദിസ് GIB എക്സാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയാണെങ്കിലും നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ട്രസ്റ്റ് മീ വെൻ ഐ സേ ദിസ്, ഇനിയാണെങ്കിലും നമുക്ക് പഠിച്ചു തുടങ്ങാം. നീറ്റ് 2025 നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എഴുതാം. ഇനി എന്തെങ്കിലും എക്സാമിൻ്റെ പാറ്റേണിലോ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ വി ആർ ഗോയിങ് ടു change our study plan, how we are going to change our study schedule, way of practicing questions, ഇതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇനി സമയമുണ്ട്. അതിനുള്ള ഹെൽപ്പും സപ്പോർട്ടായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും GIBയിൽ ഫോക്കസ് ചെയ്യുക. ആരും ഈ അവസരം മിസ് ചെയ്യാണ്ടിരിക്കുക. GIB 5 ആണ് നമ്മളിനി എഴുതാൻ പോകുന്നത്. ഇതുവരെയുള്ള GIBs ഒക്കെ ഒരുപാട് പേര് സക്സസ്ഫുള്ളായി എഴുതിയിട്ടുണ്ട്, കുറേ പേര് മടിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ മടിച്ച് നിന്നവർക്ക് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്. നമുക്ക് ഇനിയാണെങ്കിലും സമയമുണ്ട്. ഇനിയാണെങ്കിലും നമുക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നീറ്റിന് അടിപൊളി സ്കോർ വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനായിട്ടുള്ള ഒരു മുന്നോടിയായിട്ടുള്ള നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ GIBനെ കരുതുക കേട്ടോ. അപ്പോൾ ജനുവരി 5-ാം തീയതി വൈകിട്ട് 2 to 5:20 ആണ് നമ്മളുടെ എക്സാമിൻ്റെ സമയം. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ചാപ്റ്റേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ തുടങ്ങുക, നല്ലപോലെ റിവൈസ് ചെയ്യുക. ഒന്നും അറിയില്ല നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, സോ വി ജസ്റ്റ് നീഡ് എ ലിറ്റിൽ പുഷ്. അപ്പോൾ അത് ചെയ്യുക. നമ്മുടെ പ്ലസീബോ എഫക്റ്റ് നന്നായിട്ട് വർക്കൗട്ട് ആവട്ടെ അല്ലേ. യെസ്, സോ ഐ എം വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ബാക്കി ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.